ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഗുജറാത്ത് സെൻട്രൽ സേവ്യ സംഘത്തിൻ്റെ അഡ്വന്റ് ഡിവോഷൻ്റെ ഭാഗമായി ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന ചിന്ത ജോസഫിനെ ദൈവം ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ. ഇതിനാധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുമസ് സീസണിലേക്ക് നമ്മളെ നയിക്കുന്ന ആഗമനത്തിൻ്റെ ഈ ദിനങ്ങളിൽ ദൈവവചനം നമ്മോട് ചൊല്ലുന്നത് ഒരു അത്ഭുതകരമായ സന്ദേശമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ ഹൃദയം നാം കാണുന്നു. ജോസഫ്. അവൻ്റെ ജീവിതം ഒരു നിമിഷം കൊണ്ട് മാറിപ്പോയി. മറിയം ഗർഭിണിയാണെന്ന വാർത്ത അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ്റെ മനസ്സിൽ ഭയവും സംശയവും ആശയക്കുഴപ്പവും എല്ലാം ഉണ്ടായി. പക്ഷേ അതിനിടയിൽ ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: ദാവീദിൻ്റെ മകനായ ജോസഫേ, ഭയപ്പെടാതെ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കൂ. അവളുടെ ഗർഭത്തിൽ ഉളവ് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ്. എത്ര ആശ്വാസം നൽകുന്ന വാക്കുകളാണ്! യേശുവിൻ്റെ ജനനകഥയിൽ പോലും ദൈവം പറയുന്നത് അതേ സന്ദേശമാണ്. ഭയപ്പെടരുത്, ഞാൻ നിന്നോടൊപ്പമുണ്ട്. നിന്റെ വഴികൾ ഞാൻ അറിയുന്നു. നിന്റെ പ്രശ്നങ്ങളും വേദനകളും ഞാൻ മനസ്സിലാക്കുന്നു. ആഗമനത്തിൻ്റെ ഈ സമയത്ത് ദൈവം നമ്മോടും ഇതേ രീതിയിൽ സംസാരിക്കുന്നു. നിന്റെ ഭയങ്ങളെയും ആശങ്കകളെയും എനിക്ക് ഏൽപ്പിക്കൂ. ഞാൻ നിന്നെ നയിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരുക്കുന്ന അത്ഭുതങ്ങൾ ആർക്കും തടയാനാവില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ജോസഫ് ഒരു തീരുമാനമെടുത്തു. ദൈവത്തിലെ വിശ്വാസത്തോടെ മുന്നോട്ട് പോയി. ഇന്നും ദൈവം ഇതേ രീതിയിൽ നമ്മോട് സംസാരിക്കുന്നു. സംശയം നിറഞ്ഞെടുത്ത് ദൈവം ദിശ നൽകുന്നു. ഭയമുള്ളിടത്ത് ദൈവം ധൈര്യം നൽകുന്നു. വേദനയുള്ളിടത്ത് ദൈവം ആശ്വാസം നൽകുന്നു. നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളിൽ ദൈവം യേശുവിനെ കൊണ്ടുവരുന്നു. ഈ ആഗമനത്തിൽ ജോസഫിനെ പോലെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ. അവൻ നൽകുന്ന ആശ്വാസം നമ്മുടെ ഹൃദയത്തിൽ സമാധാനം പകരട്ടെ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇതാണ് ആഗമനത്തിൻ്റെ പ്രത്യാശയും ആശ്വാസവും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യോസഫിനെ ആശ്വസിപ്പിച്ചതുപോലെ ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. ഭയങ്ങളെ നീക്കി വിശ്വാസത്തിൻ്റെ വഴിയിൽ ഞങ്ങളെ നടത്തണമേ. ഇമ്മാനുവേൽ, നീ നമ്മോടുകൂടെയുണ്ടെന്ന് ഞങ്ങളെ ഓർത്തു നിൽക്കാൻ കരുതണമേ. ആമേൻ.